എന്താണ് അതിനോട് കേട്ടിരുന്നോ അറിഞ്ഞിരുന്നോ എന്താണ്? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ പറഞ്ഞത് വെച്ച് അതിലൊരു വസ്തുതാപരമായിട്ടുള്ള പേശകുണ്ട്. അദ്ദേഹം KPCC അംഗമല്ല. അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിടുന്ന ആളാണ്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളാണ്. പാർട്ടിയുമായിട്ട് ആ നിലയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നും ബന്ധമില്ലാതെ നിൽക്കുന്ന ആളാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനെ അവിടെ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് കോൺഗ്രസിനെതിരെയും UDFിനെതിരെയും ഒരു വലിയ പ്രവർത്തനമൊക്കെ നടത്തിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പുതുമയുള്ളതല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ മറ്റാരുടെയൊക്കെയോ ഒരു ചട്ടുകമായി അദ്ദേഹം മാറുന്നു എന്നുള്ളതിൽ വലിയ ദുഃഖമുണ്ട്. കാരണം അദ്ദേഹവും ഞാനുമായിട്ട് വലിയ വ്യക്തിബന്ധം ഉള്ള ആളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ വരെ. ഇപ്പോൾ അദ്ദേഹത്തിന് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഏതായാലും ശരി, അങ്ങനെയുള്ള ഒരാൾ എന്നെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തന്നെ മനസാക്ഷിയോട് നാളെ അദ്ദേഹം മറുപടി പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നത് ഒരു ഗ്രൂപ്പിസം, പാർട്ടി വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ സംരക്ഷിച്ച് നിർത്തുന്നു CV ബാലചന്ദ്രനൊപ്പം തന്നെ VT ബൽറാം എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് തന്നെ അത് പറയാൻ എത്രത്തോളം ധാർമ്മികതയുണ്ട് എന്ന് സ്വയം ചിന്തിക്കുന്നതാണ് നല്ലത്. കാരണം പാർട്ടിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനപ്രകാരം അദ്ദേഹത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി അദ്ദേഹത്തിന് ഒരു നിശ്ചിത കാലയളവൊക്കെ നിശ്ചയിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടി അംഗീകാരത്തോടു കൂടി. പക്ഷേ ആ ടേമിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം അദ്ദേഹം അധികാരത്തിൽ കടിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് പാർട്ടിക്ക് അനിവാര്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടതായിട്ട് വന്നത്. അങ്ങനത്തെ ധാരണ ശരിക്കും ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അങ്ങനെ ധാരണ ഉണ്ടായിരുന്നു. രേഖാമൂലമുള്ള ധാരണ തന്നെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ലംഘിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും ശരി, അദ്ദേഹത്തിന് ഒരുപക്ഷെ അധികാര സ്ഥാനങ്ങളോടുള്ള ആ നിലയിലുള്ള ഭ്രമമായിരിക്കാം. പക്ഷേ ഏതായാലും ചാലക്കര പഞ്ചായത്തിലായാലും തൃത്താല നിയോജകമണ്ഡലത്തിലായാലും കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് മനോഭാവമുള്ള ആളുകൾക്ക്, കോൺഗ്രസ് അനുഭാവികൾക്ക് കാര്യങ്ങളുടെ വസ്തുതയ്ക്ക് അറിയാം. അപ്പോൾ മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഏതു തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ, മുന്നണിയെ സ്നേഹിക്കുന്ന ആളുകൾ ഇത്തവണയും പാർട്ടിക്കും മുന്നണിക്കും ഒപ്പം നിൽക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ ബൽറാമിൻ്റെയോ അല്ലെങ്കിൽ മുഹമ്മദിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയുടെയോ തെരഞ്ഞെടുപ്പ് അല്ലല്ലോ. ഇത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായ ജനദുരിതത്തിൻ്റെ അറുതി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജനകീയമായിട്ടുള്ള പോരാട്ടമാണ്. ആ നിലയിലൊരു സുനാമിയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കാൻ പോകുന്നത് LDFനെതിരായിട്ട്. അതുകൊണ്ടാണ് 100 സീറ്റിൽ കുറയാത്ത ഭൂരിപക്ഷവുമായിട്ട് UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. അതിൽ തൃത്താലയുണ്ടാവും. അല്ല, അവൾ എത്തിയില്ലേ? ഓൺ ദി വേ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.